നമസ്കാരം. സുഭാഷിതം. പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പല പ്രഭാഷകരൊക്കെ പറയാറുണ്ട്. ഈ ഒരു പോയിന്റ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ ബാല്യകാലങ്ങളിൽ അച്ഛൻ സംരക്ഷിക്കണം. ആരാണ് സംരക്ഷിക്കേണ്ടത്? സംരക്ഷിക്കേണ്ടത് ബാല്യകാലങ്ങളിൽ ബാലികയായിരിക്കുമ്പോൾ അച്ഛൻ്റെ സംരക്ഷണത്തിൽ വേണം സ്ത്രീ എന്ന കഥാപാത്രം വളരേണ്ടത്. യൗവന കാലഘട്ടങ്ങളിൽ ഭർത്താവിൻ്റെ സംരക്ഷണയിൽ വളരണം. അപ്പോൾ ചോദിക്കും, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ജോലിക്ക് പോകുന്നില്ലേ? ഉണ്ടാകാം. എന്നാലും പല ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ത്രീക്കൊരു അല്പം ഒരു പ്രത്യേകത ഭർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് എല്ലാം ചെയ്യാമെങ്കിലും ഭർത്താവിൻ്റെ സംരക്ഷണയിൽ വളരേണ്ടവളാണ് സ്ത്രീ എന്ന് പറയും. സ്ത്രീ എന്നും സ്ത്രീ തന്നെയാണ്. പിന്നെ പറയുന്നത് പുത്രൻ രക്ഷിക്കും വാർദ്ധക്യത്തിൽ. അപ്പോൾ വാർദ്ധക്യ സഹജം, അതായത് ഈ അമ്മൂമ്മയാകുന്ന സമയത്ത് പുത്രനാൽ സംരക്ഷിക്കപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യമുള്ളവളായിട്ട് തോന്നിയതുപോലെ നടക്കരുതെന്നർത്ഥം. അപ്പോൾ സ്ത്രീയെ സ്വാതന്ത്ര്യമുള്ളവളായി തോന്നിയ പോലെ നടക്കാതിരിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് തെറ്റാണ് എന്നുള്ള അർത്ഥമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. തോന്നിയ പോലെ നടക്കാനുള്ള അനുവാദം സ്ത്രീക്ക് കൊടുക്കരുത്. കാരണം ഓരോ കാലഘട്ടങ്ങളിൽ അമ്മയായും മകളായും ഭാര്യയായും നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ ആരൊക്കെ സംരക്ഷിക്കണമെന്ന് സുഭാഷിതത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും സ്വാതന്ത്ര്യമുണ്ടല്ലോ, തോന്നിയ പോലെ നടക്കാമെന്ന ഒരു മാനസികാവസ്ഥ സ്ത്രീയിൽ തോന്നാത്ത രീതിയിൽ സംരക്ഷകർ സംരക്ഷിച്ച് കൊടുക്കണം എന്നാണ് ഇവിടെ സുഭാഷിതം സൂചിപ്പിക്കുന്നത്. നമസ്തേ.